ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഒരു വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നല്ല, എല്ലാവർക്കും അറിയാമായിരിക്കും, ഷെഫീന ബീവി, യൂട്യൂബർ ഷെഫീന ബീവി. ഇവരും ഇവരുടെ 2 മക്കളും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, കഞ്ചാവടിക്കുന്ന ആൾക്കാരാണ്, കഞ്ചന്മാരാണ്. ഈ കുട്ടികൾക്ക് ലഹരി വാങ്ങിക്കൊടുക്കുന്നതും ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുത്തതും ഷെഫീന ബീവിയാണ്. നിങ്ങളാരും ഇത്രയും കാലം അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാ ഇതാ ഇപ്പം കേട്ടോളേ. ലഹരി ഉപയോഗിക്കുന്ന ഒരു അമ്മയും 2 മക്കളും അപ്പം അവരുടെ പുതിയ ഒരടവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതേ സംഭവമാണ്. ഈ തള്ളയും ലഹരി ഉപയോഗിക്കും, 2 മക്കളും ലഹരി ഉപയോഗിക്കും. ആരാന്ന് വെച്ചാൽ നമ്മുടെ തെരുത്തള്ളയും 2 പിള്ളേർ. ഈ തെരുത്തള്ള കഞ്ചൂണ്ട് ഉസ്താദാന്നൊക്കെ കേട്ടത് കേട്ടല്ലോ, എല്ലാവരും കേട്ടില്ലേ? ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. എങ്ങനെയുണ്ട്? പറയുന്നതാരാ? ശീലാവതി, പുണ്യവതി, എന്താ പറയുക, സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ നേരിട്ട് പടച്ചവൻ ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്ത ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ പുണ്യവതി. ഈ ഒരു മഹത് വ്യക്തിത്വമാണ് ഷെഫീന ബീബീനെ കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചും ഇത്രയും വലിയൊരു അറിവ് സമൂഹത്തിന് തന്നിരിക്കുന്നത്. ഒരു കയ്യടി കൊടുക്കണ്ടേ? ഈ ഒരു വ്യക്തി നിരന്തരമായിട്ട് ഷെഫീന ബീവിൻ്റെ പിന്നാലെ കൂടിയിരിക്കുക. ഇങ്ങനെ ഷെഫീന ബീവിനെ ഉന്നം വെച്ച് അല്ല ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ബാക്കിലുള്ള കുറേ ആൾക്കാരുണ്ടാവില്ലോ, അവരും ഇതേ ഒരു റൂട്ടിലാണിപ്പോൾ. ഷെഫീന ഇവർ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്താ പറയുക, നിൽക്കുമ്പോഴും നടക്കുമ്പോഴും പെടുക്കുമ്പോഴും വരെ ഷെഫീന ബീബി എന്നുള്ളൊരു നാമം മാത്രമേ ഇവരുടെ വായിലുള്ളൂ, മനസ്സിലും അതുതന്നെയുള്ളൂ. എങ്ങനെയെങ്കിലും ഒതുക്കണം. കാരണം എല്ലാവർക്കും ഭയങ്കര തലവേദനയാണ് ഈ ഷെഫീന എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. അപ്പോൾ ഒതുക്കിയല്ലേ പറ്റുള്ളൂ. ഇപ്പം ഇങ്ങനെയൊക്കെ വെളിപാടായിട്ട് ഇവർ രംഗത്ത് വരാനുള്ള കാരണം എന്താണെന്നറിയാം? ഷെഫീന ബീബി ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ജീവന് ഭീഷണിയുണ്ട്. ഒന്നുകിൽ ഷെഫീന ബീബിയുടെ ജീവൻ ഇവർ അപായപ്പെടുത്തും. ഇപ്പം വേറെ എന്തൊരു കേസാണെങ്കിലും അതിലൊക്കെ ഒരു മര്യാദയുണ്ട്. പക്ഷേ ഒരാളെ മനഃപൂർവ്വം കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി അവരുടെ കയ്യിൽ ലഹരി പിടിച്ചെടുത്തു എന്നുള്ള രീതിയിലൊരു ന്യൂസ് ഉണ്ടാക്കലാണ്. അത് അവരുടെ വണ്ടിയിലോ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും അവരുടെ ബാഗിലോ അവരുടേത് എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഇവരറിയാതെ, അതാരും ആയിക്കോട്ടെ, ഷെഫീന ആയിക്കൊള്ളട്ടെ, വേറെ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എളുപ്പത്തിൽ മറ്റൊരാളെ പെടുത്താൻ പറ്റിയൊരു കെണി എന്ന് പറയുന്നതും എന്താണ്? ഈ മയക്കുമരുന്ന് കേസിൽ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തിക്കുക എന്നുള്ളതാണ്. അതാകുമ്പോൾ അത്യാവശ്യം നാറ്റക്കേസുള്ള അങ്ങനെ ഒരു കേസിൽ പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമൂഹം തന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഷെഫീന ബീവി ഈ ഒരു കെണി മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷേ ഇവരെന്നെ അപായപ്പെടുത്താം, അതല്ലെങ്കിൽ എൻ്റെ വണ്ടിയിലോ മറ്റെവിടെയെങ്കിലും ഇതേപോലെ മയക്കുമരുന്നോ കഞ്ചാവ് പോലെയുള്ള സംഭവങ്ങളിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് എന്നെ കെണിയിൽ പെടുത്താനും ഇവർ ശ്രമിക്കുമെന്നുള്ളത്. അപ്പോഴത്തേക്കും അത് വരുന്നത് എന്ത്? തെറിത്തള്ളയും മക്കളും കഞ്ചാവാണ്, ലഹരി ഉപയോഗിക്കുന്നവരാണ്, ഇവർക്കത് ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റൂല, എന്തൊക്കെയല്ലേ? ഇത്ര ആധികാരികമായിട്ട് പറയാൻ ഈ 15 വയസ്സുള്ള കുട്ടീനെ കുറിച്ച് കൂടെയാണ് ഈ പറയുന്നത്. അതൊക്കെ എന്തറിഞ്ഞിട്ടാ? ഈ പറയുന്ന ആൾക്കാർക്കില്ലേ ഇതേ പ്രായത്തിലുള്ള മക്കൾ? ഈ പറയുന്ന ആൾക്കാർ ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടാണോ കുട്ടികളെ സ്വന്തം കുട്ടികളെ വളർത്തുന്നത്? ആണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ആണ് എന്ന് ഉറപ്പിച്ച് ഇവരെ പോലെ പറയാൻ വേണ്ടിയിട്ട് നമ്മളിവരെ പോലെ ചെറ്റയല്ല. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മളത് പറയില്ല. പക്ഷേ പറയില്ല എന്ന് വിചാരിച്ചാലും ഇവരിത് പറയിപ്പിക്കും. കാരണം കേൾക്കുന്ന ആൾക്കാരുടെ ക്ഷമയ്ക്കൊരു പരിധിയില്ലേ. അപ്പം ഇവൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. അയ്യോ എന്നെ പറഞ്ഞേ, അയ്യോ എന്നെ മക്കളെ പറഞ്ഞേ എന്ന് പറയുക. അതല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് അവർ പറഞ്ഞതിന് റിയാക്ട് ചെയ്തു എന്നോ, അതല്ലെങ്കിൽ അവർ പറഞ്ഞത് തിരിച്ചതിനുള്ള മറുപടി പറഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ആറഞ്ചം മുറിഞ്ചം ആക്രമിക്കുക, തോന്നിയാസം പറയുക, അവരെക്കുറിച്ച് അപവാദം പറയുക,
പിന്നെ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അവരുടെ കാമുകന്മാരായി. അതല്ലേ അവർ നാട്ടിലുള്ള എല്ലാ ലഹരിയും ഉപയോഗിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും ഈ പറയുന്ന ആൾക്കാരായി എന്നുള്ള ലെവലാണ് ഇവരുടെ സംസാരം. ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊന്നും ഇപ്പം ഈ അപവാദവും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പേടിച്ചിട്ട് എന്താക്കുന്നില്ല, വാ തുറക്കുന്നില്ല. എല്ലാവർക്കും അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഈ പച്ചയായിട്ടുള്ള കള്ളങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയും ഒരടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനെ ആരോപണങ്ങളും അടിച്ചേൽപ്പിക്കുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്ന അല്ലെങ്കിൽ ഇവരോട് ചേർന്ന് നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കൊള്ളൂലേ? അപ്പം നമ്മൾ തിരിച്ച് പറഞ്ഞു പോവില്ലേ? ഇതിൻ്റെ പേരിൽ ഇനി എനിക്ക് കിട്ടാൻ പോകുന്നത് എന്തൊക്കെ പട്ടങ്ങളായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പോലും പറ്റൂല. ഒരുപക്ഷെ ഷെഫീന ബീവിക്കും അവരുടെ മക്കൾക്കും ലഹരി കൊണ്ടുപോയി കൊടുക്കുന്നത് ഞാനാണ് എന്ന് വരെ പറഞ്ഞു കളയും. അതിൽ ഇതിൻ്റെ മുന്നേ പലതും പറഞ്ഞിട്ടുണ്ട്. ഷെഫീന ബീവിൻ്റെ മോനും ഞാനും തമ്മിൽ എന്താ പറയുക, അതെന്താ പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയുന്നില്ല. ഞാനും തമ്മിൽ എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, പ്രേമാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം കേട്ടപ്പോൾ ഞാനത് ഞെട്ടിപ്പോയിട്ടോ, സത്യമായിട്ടോ ആദ്യം കേട്ടപ്പോൾ ഞാനത് ഞെട്ടിപ്പോയി. പിന്നെ നമ്മൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സെൻസിലങ്ങ് എടുക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഏതായാലും നനഞ്ഞിറങ്ങി ഇനി കുളിച്ച് കയറാമെന്ന് പറഞ്ഞ പോലെ എന്തായാലും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇതിന് ഇറങ്ങി തിരിച്ചു. ഇനി ഇതിൻ്റെ അകത്ത് നിൽക്കുക, ഇതിൻ്റെ എല്ലാ നല്ലതും ചീത്തയായിട്ടുള്ള വശങ്ങൾ സ്വയം അനുഭവിക്കുക, സന്തോഷത്തോടുകൂടി അത് അംഗീകരിക്കുക എന്നല്ലാതെ ഇനി അതിനകത്തേക്ക് വേറെ ഒന്നുമില്ല. ആദ്യമായിട്ട് അങ്ങനെയൊക്കെ കേൾക്കും, നമുക്ക് ചെറിയ പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ഇപ്പം നമ്മൾ എന്തായി അതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം പറയുന്ന അവർക്കോ ഒരു എളുപ്പമില്ല എന്ന് വെച്ചിട്ട് അത് അങ്ങനെ പലരും പലതും പറയും. അത് കേട്ടിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് അങ്ങനെ മൂലയ്ക്ക് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുകയും വേണം. നമുക്ക് ഇതേപോലെ ഇങ്ങനെ പറയുന്ന സമയത്ത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ പറയുന്ന ഈ നേരിട്ട് സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്ന ഈ ഹൂറിൻ്റെ ഈ പർട്ടിക്കുലർ വീഡിയോസിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയി നോക്കി. കുറച്ച് വ്യൂസ് ഉണ്ട്, കമൻ്റൊന്നും അധികം വന്നിട്ടൊന്നുമില്ല. ഇനി എന്താ പറയുക, വന്ന കമൻറ്റ് അതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ആക്കി കളഞ്ഞതാണോ എന്നറിയില്ല. എന്തായാലും 100% വന്നിട്ടില്ല, ആകെ 10-15 കമൻറ്റ് വന്നിട്ടുള്ളൂ. ഈ വന്ന കമൻറ്റിൽ 99% വീഡിയോ ഇട്ട ആൾക്ക് എതിരായിട്ടാണ്. അപ്പം തന്നെ അറിയാം ആളുടെ നിലവാരവും ആൾ പറയുന്ന വാക്കുകളുടെ നിലവാരവും ഒക്കെ അറിയാം. എന്നാൽ പോലും ഈ കുഞ്ഞു മക്കളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഈ അനാവശ്യം പറയുന്ന സമയത്ത് കേൾക്കുന്ന നമുക്കൊരു മനസാക്ഷിയില്ലേ? പറയുന്ന ആൾക്കൊട്ടും ഇല്ല എന്നറിയാം, കേൾക്കുന്ന നമുക്കൊരു മനസാക്ഷിയില്ലേ? എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? അല്ലെ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? ഇവർ ചെയ്യുന്ന ചെറ്റത്തരങ്ങൾ സമൂഹത്തിനോട് വിളിച്ചറിഞ്ഞതോ? ഞങ്ങളുടെ നാട്ടിലുണ്ട് അമ്പലങ്ങളും ഉത്സവങ്ങളും വേറെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയത്, ഉത്സവത്തിന് സദ്യ കഴിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്നും പിന്നെ കാണാനൊക്കെ സമയമില്ല, അത് വേറൊരു കാര്യം. കാരണം നമ്മൾ അമ്പലത്തിൽ പോകുന്നത് വിവാദം ഉണ്ടാക്കാനല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊന്നും ആരും കാണിയില്ല. മാത്രമല്ല നമ്മളുടെ പുറകിൽ നമ്മളെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കാൻ സംഘിക്കുട്ടന്മാരും ഇല്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഇത്തിരി എരിവും പുളിയും വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുള്ളൂ. നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ അമ്പലത്തിന് പോകുന്നതും ഉത്സവം കൂടുന്നതും സദ്യ കഴിക്കുന്നതൊന്നും ആർക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പിന്നെ വെറുതെ രസത്തിന് എടുത്തിട്ട് ആരെയും കാണുകയാണെങ്കിൽ കണ്ടോട്ടെ, നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം ആരെങ്കിലും കാണുകയാണെങ്കിൽ കണ്ടോട്ടെ എന്നോർത്തിട്ട് ജസ്റ്റ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടു എന്നേ ഉള്ളൂ. അത് വേറൊരു വിഷയം. അപ്പോൾ പറഞ്ഞു വന്നത്, ഷെഫീന ബീവിയും അവരുടെ 2 മക്കളും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഈ കുട്ടികൾക്ക് ഇവരുടെ ഉമ്മ തന്നെയാണ് ലഹരി വാങ്ങിക്കൊടുക്കുന്നത് എന്നൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തം. ഇത് എന്താ വെച്ചാൽ വാദിയെ പ്രതിയാക്കാനുള്ള ഒരു തത്രപ്പാട്, അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഓലപ്പാമ്പുകളൊന്നും കാണിച്ച് ഇതൊന്നും കാട്ടി പേടിപ്പിക്കണ്ട. ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അയ്യോ എന്നെ ഞാൻ അറിയാത്ത കാര്യങ്ങൾ, മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ എൻ്റെ കൊച്ചുങ്ങളെ കുറിച്ച് പറയുന്നല്ലോ. കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ അവർക്ക് പ്രയാസം ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഇതുകൊണ്ടൊന്നും അവരെ തളർത്താമെന്ന് ആരും വിചാരിക്കേണ്ട. മിണ്ടാതിരിക്കുന്ന മീൻസ് ഷെഫീന ഇപ്പം ഇതിനൊന്നും മറുപടി പറയാതിരിക്കുന്നുണ്ടെങ്കിൽ ഷെഫീനയ്ക്ക് കൃത്യമായിട്ടുള്ള ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് സ്വർഗത്തുനിന്ന് നേരിട്ട് വന്ന ഹൂറിയെ, കണ്ണൻ്റെ രാധമോളെ,
പേടിക്കണ്ട കേട്ടോ. വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്ക് ബോറടിക്കും ചിലപ്പോൾ. അതുകൊണ്ട് സമയമുണ്ടല്ലോ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ, ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ, പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.